നമസ്കാരം. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി മീ ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മലയാളി ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ പ്രദർശനത്തിന്റെ കാഴ്ചകളാണ് അടുത്തത്. ദുബായ് വേനൽ വിസ്മയത്തിന്റെ ഭാഗമായാണ് സുമേഷ് സേന എന്ന ഈ ദുബായ് മലയാളി തന്റെ വിസ്മയങ്ങളുടെ ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. ഈ വാർത്തയുമായി ഗസ്റ്റിംഗ് ഗൾഫ്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ നാലുപുരയ്ക്കൽ വീട്ടിൽ സുമേഷ് സേനന്റെ ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത് വിസ്മയകരമായ ചിത്രങ്ങളാണ്. ഓരോ ഫോട്ടോകളും അനാവരണം ചെയ്യുന്നത് വലിയ സന്ദേശവും ചരിത്ര കാഴ്ചകളുമാണ്. കൃത്യമായി പറഞ്ഞാൽ അടിക്കുറിപ്പുകൾ ആവശ്യമില്ലാത്ത വിസ്മയ ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാകാം ദുബായിൽ നടക്കുന്ന ഈ വേനൽ വിസ്മയത്തിന് ഈ മലയാളിയായ വിസ്മയ ഫോട്ടോഗ്രാഫറെ സംഘാടകർ തെരഞ്ഞെടുത്തത്. In the past, I have an exhibition in Dubai. But another opportunity to me, so I said, let me do it. The exposure was good. And especially during the there is a lot of people coming into Dubai. Summer surprises, activity, there are a lot of offers, so this was a good opportunity for me to exhibit my work, to receive more recognition. So that's why I'm doing it. DSS എന്ന ദുബായ് സമ്മർ സർപ്രൈസിന്റെ ഭാഗമായി ദുബായ് ബർദുബായിലെ പ്രമുഖ ഷോപ്പിംഗ് മാളായ ബർജുമാൻ സെന്ററാണ് സുമേഷിന്റെ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. കലേഡ്സ്കോപ്പ് എന്ന പേരിലാണ് ഈ വ്യത്യസ്തവും ലളിതവുമാർന്ന പ്രദർശനം ഒരുക്കിയത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള യാത്രകളിൽ ഈ മലയാളി ഫോട്ടോഗ്രാഫറെ സ്വാധീനിച്ച ചിത്രങ്ങൾ ഇവിടെ ഓരോ ഫ്രെയിമുകളാക്കി പ്രദർശിപ്പിക്കുകയായിരുന്നു. ദുബായ്ക്ക് പുറമെ ന്യൂയോർക്ക്, വിയറ്റ്നാം, ഇന്ത്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ അപ്രതീക്ഷിത കാഴ്ചകളും സുമേഷിന്റെ ക്യാമറയിലൂടെ കാലത്തിന്റെ സാക്ഷിയായി. Conceptual photo journey in basically the images are not just plain and blunt images, but images which speak, which have a different perspective. If you take Burj Khalifa as a building, it's a fantastic building. It's photographed millions of times. But perspective that is something which I wanted to do. പുകവലിക്കെതിരെ വലിയ മുന്നറിയിപ്പും ബോധവൽക്കരണവുമായി എടുത്ത സ്മോക്കിംഗ് കിൽസ് എന്ന ചിത്രം പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ്. നേരത്തെ വലിയ പുകവലിക്കാരനായിരുന്ന ഈ കലാകാരനെ ഏറെ സ്വാധീനിച്ചതും ഈ സന്ദേശമായിരുന്നു. The idea is, as a conceptual photographer, endeavor effort is always to create images which speak without saying anything. Otherwise, you cannot call yourself a conceptual photographer. Fundamentally, my effort in creating such images is the details they should be able to understand what I'm trying to say through the image. But as you can see, fundamentally the idea is smoking. Personally, I was a smoker for many years. I've stopped recently. But this image is directed towards people who are smoking. Just to അറിയാൻ വേണ്ടിയാണ് പെറൽസ് എന്തൊക്കെയാണ്, അതിന്റെ ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായ് ബുർജ് ഖലീഫയുടെ വ്യത്യസ്തമാർന്ന ഫ്രെയിമും സുമേഷിന്റെ ക്യാമറയിലൂടെയുള്ള അസാധാരണ കാഴ്ചയാണ്. സാധാരണ ഫോട്ടോഗ്രാഫർമാർ ബുർജ് ഖലീഫ ചിത്രങ്ങളെ പകർത്തുന്ന പതിവ് കാഴ്ചകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ ഫോട്ടോ എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. അത്രയ്ക്ക് മനോഹരമായാണ് ഈ അമ്പരചുംബിയെ സുമേഷ് തന്റെ ഒറ്റ ക്ലിക്കിൽ ഒതുക്കിയത്. This is geometry. നിങ്ങൾ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, സ്ട്രേറ്റ് ലൈൻസ്. അതിൻ്റെ ഇടയിൽ കൂടെ ബുർജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് ഓഫ് ദ ബുർജ് ഖലീഫ. പക്ഷേ ആ ഒരു ഷോട്ട് എനിക്ക് കിട്ടിയത് ജസ്റ്റ് ലാസ്റ്റ് ഇയർ. അപ്പം അതുവരെയും ഐ ഡിഡ് നോട്ട്. ഓൾസോ ബുർജ് ഖലീഫ എന്ന് പറയുന്ന ബിൽഡിംഗ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ബിൽഡിംഗ്സ് ഇൻ ദുബായ്. ഈസിലി ഇറ്റ്സ് എ ടോളസ്റ്റ് ബിൽഡിംഗ്. എവറിബഡി നോസ് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കത് എന്തോ ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ഷൂട്ടിംഗ് ഇറ്റ് ബിക്കോസ് സ്ട്രേറ്റ് ഫോർവേഡ് ഷോട്ട് ഓഫ് ദ ബുർജ് ഖലീഫ ഇസ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലാവരും അത് എടുക്കുന്നുണ്ട്. അപ്പം ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ട്രൈ ദാറ്റ്. ഐ വാണ്ടഡ് സംതിങ് ഡിഫറെൻറ്റ്. സോ ഐ ഗോട്ട് ദ ഷോട്ട് ഓൺലി ലാസ്റ്റ് ഇയർ. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. കുറച്ച് വ്യത്യസ്തമായ പെർസ്പെക്റ്റീവാണ്. ഇറ്റ്സ് വെരി ജോമെട്രിക്കൽ. എൻ്റെ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇമേജസ്. ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ട്രെയിൻ സർവീസായ
ദുബായ് മെട്രോയുടെ ചിത്രവും പ്രദർശനത്തിലെ മറ്റൊരു വ്യത്യസ്ത കാഴ്ചയാണ്. മെട്രോ ട്രെയിൻ പാതകൾക്കടിയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ ദുബായിയുടെ ഗതാഗത നേട്ടങ്ങളുടെ പ്രൗഢി വിളിച്ചറിയിക്കുന്നു. അപ്പം ഇത് നമ്മൾ സാധാരണ ദുബായ് മെട്രോ എന്ന് പറയുമ്പോൾ ദുബായിൽ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് പീസസ് ഓഫ് ആർക്കിടെക്ചർ. ആൻഡ് ഐ ആം എൻ ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫർ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഐ വോണ്ട് ടു ട്രൈ സം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഫോർ ദുബായ് മെട്രോ. അപ്പം അങ്ങനെയാണ് ഈ ഇമേജ് എടുത്തത്. ദിസ് ഇസ് കൺട്രോളിംഗ് ദ ഷട്ടർ സ്പീഡ് ആൻഡ് സ്മൂത്തനിങ് ദ എഫക്റ്റ്. അപ്പം ദുബായ് മെട്രോ ആസ് യു ക്യാൻ സീ ഇതൊരു ഇറ്റ്സ് ആർക്കിടെക്ചറൽ പിക്ചർ ആണെങ്കിലും ഐ ബ്രോട്ട് ഇൻ എ സ്മോൾ ആർട്ടിസ്റ്റിക് എലമെൻറ്റ് into the picture. So that was the objective of something different, an aerial shot, 1, 2, to bring in an artistic element to metro. സുമേഷ് സ്വന്തമായി ഫോക്കസ് ചെയ്തെടുത്ത സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന സ്വന്തം തലയും കാലുമായുള്ള ചിത്രമാണ് മറ്റൊരു വ്യത്യസ്തത. മഹാരാഷ്ട്ര നാസിക് തെരുവിലെ ഒരു വഴിയോര കാഴ്ചയും ദുബായ് എയർ ഷോയുടെ ആകാശവിസ്മയത്തിന്റെ കാണാപ്പുറങ്ങളും ഇവിടെ ക്യാമറയിലൂടെ അടിക്കുറിപ്പുകൾ ആവശ്യമില്ലാതെ അനാവരണം ചെയ്യുന്നു. ന്യൂയോർക്ക് മെട്രോ ട്രെയിനിനുള്ളിലെ തിരക്കേറിയ ജീവിതത്തിലെ പതിവ് യാത്രാ കാഴ്ചകളും സെമിത്തേരിയിൽ ശവങ്ങൾക്ക് കാവൽക്കാരനായ തൊഴിലാളിയുടെ കണ്ണിലെ വികാരങ്ങളും ഈ ക്യാമറയിലെ ജീവനുള്ള കാഴ്ചകളായി. ഇന്ത്യ എടുത്താലും ശരി, ദുബായ് എടുത്താലും ശരി, എനി അതർ ഇന്റർനാഷണൽ സിറ്റി ലൈക്ക് ലണ്ടൻ, ന്യൂയോർക്ക്, പീപ്പിൾ ആർ ലിവിംഗ് ഇൻ കോൺക്രീറ്റ് സ്പേസസ്. There is no time for society, there is no time for anything other than a normal routine monotonous work style. അപ്പം if you see that image on my own, and the artham is, the fundamental idea of that image is it takes you back to a very personal space. It reminds you that there is life beyond a 9-to-5 job. അമേരിക്ക കേന്ദ്രമായ രാജ്യാന്തര ഫോട്ടോഗ്രാഫി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഫോട്ടോ പ്രദർശനം ഒരുക്കിയിട്ടുള്ള സുമേഷ് ദുബായിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ വ്യത്യസ്തമാർന്ന കാഴ്ചകളുടെ പ്രദർശനം ഒരുക്കിയത്. ഇനിയും ഇത്തരത്തിൽ ജീവനുള്ള നിരവധി ഫോട്ടോകൾ ഒപ്പിയെടുക്കാൻ സുമേഷിന് അവസരം ലഭിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു.